ഇന്ന് AI ഉപയോഗിച്ച് എന്തും ആർക്കും പഠിച്ചുവിടാൻ പറ്റുന്നൊരു കാലമാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, ഒരു വിഷു ആശംസ കൈമാറിക്കൊണ്ട് ഒരു സഹോദരനായിട്ടൊരു പോസ്റ്റ്. അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം, ഒരാശംസ കൈമാറുക എന്ന് പറഞ്ഞ നന്മ നിറഞ്ഞ ഉദ്ദേശത്തോടൊരു കാര്യം സമൂഹം വളരെ മോശമായി വ്യാഖ്യാനിക്കുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. തീർച്ചയായും അദ്ദേഹം ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ തെറ്റാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നല്ലതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആരായിരിക്കും തെറി പറയാം? ശ്രീകൃഷ്ണൻ്റെ ചിത്രം ഉപയോഗിച്ച് ഇത് വരച്ച ആ മനുഷ്യനെയാണോ, എന്നാൽ ആശംസ കൈമാറിയ ആ വ്യക്തിയെയാണോ, അതോ അദ്ദേഹത്തെ പരിഹസിച്ചവരാണോ? തീർച്ചയായിട്ടും ശ്രീകൃഷ്ണൻ പരിഹസിക്കുന്നത് ഈ നിന്ദിച്ചവരെ ആയിരിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മളൊരു മനുഷ്യൻ്റെ ഉദ്ദേശം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചിത്രം അവിടെ വരച്ചതുകൊണ്ടൊന്നും ഇതുപോലുള്ള മഹത് വ്യക്തികളുടെ പ്രഭാവങ്ങളൊന്നും ഇല്ലാതായി പോവില്ല. വിമർശിക്കപ്പെട്ടതുകൊണ്ട് വിമർശിക്കപ്പെട്ട വ്യക്തിയുടെ നന്മകളും ഇല്ലാതാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ആ പാവ മനുഷ്യന് ഇന്ന് കോടതിയിൽ പോയി കേസെടുത്ത് എന്തിനു വേണ്ടി? അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അസറ്റാണ്. പലർക്കും പല കാര്യങ്ങളും അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കണം. ആശംസ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഭക്തിക്ക്, ഒരു മനുഷ്യൻ്റെ എത്രമാത്രം മാനസികമായിട്ടുള്ള ഏറ്റവും നല്ലൊരവസ്ഥയെ കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു അവസ്ഥ കൊണ്ടുവരുന്നൊരു വേളയാണ് ആഘോഷവേളകളിലെ ആശംസ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആ മനുഷ്യൻ ചെയ്തൊരു കാര്യത്തെ വ്യാഖ്യാനിക്കുകയും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് മതങ്ങളെ നിന്ദിക്കുന്ന രീതിയിൽ പെരുന്നാൾ ആശംസകളൊക്കെ മാറിയും മറ്റേതൊക്കെ കൈകാറിക്കൊണ്ട് നിന്ദിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും കാണുകയുണ്ടായി. അവിടെയും തെറ്റുകളാണ് ആവർത്തിക്കപ്പെടുന്നത്. AI വെച്ച് ആർക്കും എന്തും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണല്ലോ. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഉദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശംസ സ്വീകരിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രഭാവം എന്താണ്? AI ഉപയോഗിച്ചൊരു ചിത്രം AI ഉപയോഗിച്ചിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒന്നും ഇല്ലാതാവില്ല. നന്മ നിറഞ്ഞ മൂല്യങ്ങളോ നന്മ നിറഞ്ഞ വ്യക്തിത്വങ്ങളോ ഇല്ലാതാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ ഭാവനകൾക്ക് ജന്മം നൽകുന്ന ഒന്നും സാധ്യമാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പിടിയും കൂടിയിട്ട് നമ്മൾ മനുഷ്യനായി ജനിച്ചതിൻ്റെ ആ ഒരു പ്രഭാവം ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.